ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇത് നമുക്ക് ഉണക്ക നൊത്തോലി മീൻ കൊണ്ട് ഒരു തോരൻ തയ്യാറാക്കാം. വളരെ രുചികരമായ ഈ തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഉണക്ക നൊത്തോലി മീൻ തോരൻ തയ്യാറാക്കാനായി കുറച്ച് ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. അത് വെള്ളമൊഴിച്ച് അരമണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. കുതിർന്ന് വന്നതിന് ശേഷം ഞാനിത് നന്നായിട്ട് മുള്ളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 20 ചെറിയ ഉള്ളി, 5 പച്ചമുളക് ഇവ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. അതിൽ 1/4 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കടുക് പൊട്ടി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കാം. എണ്ണ കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഉള്ളിയും പച്ചമുളകും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക നൊത്തോലി മീൻ കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ 1/2 ടേബിൾ സ്പൂൺ ഉപ്പൂടെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാനായി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4-5 വെളുത്തുള്ളി, കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, അല്പം പുളി ഇവ ചേർത്ത് അരച്ചെടുക്കാം. ഉണക്കമീൻ വെന്തിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റി വന്നിട്ടില്ല. കുറച്ച് നേരം കൂടെ ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ആ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാണിത് കുക്ക് ചെയ്യുന്നത്. എന്നാലേ മീൻ നന്നായി വെന്ത് കിട്ടുകയുള്ളൂ. ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ മീനിലേക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ആവി വരുമ്പോൾ നമുക്ക് ഏകദേശം അരപ്പ് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ചേർത്ത ഉപ്പ് അളവ് കണക്കായിരുന്നു. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ വറവ് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ഉണക്കം നൊത്തോലി മീൻ തോരൻ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവായിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വയ്ക്കാം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കണം. എൻ്റെ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. താങ്ക് യു.